വരാന്ന് പറഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞല്ലോ. ഡി എവിടാ? പറ. അല്ല ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവാ. എൻ്റെ ഫ്രണ്ട്സ് വന്നു, അതാ. അല്ല അപ്പൊ നമുക്ക് കാണണ്ടേ? പറ്റുമോന്ന് അറിയത്തില്ല, നോക്കട്ടെ. പറ്റുമോന്ന് അറിയത്തില്ലെന്നാ? നീ എന്താ കളിക്കുന്ന? നീ ഇപ്പൊ ഇവിടെ വരണം. ഓ, ഓർഡർ ഇടുവാണോ സാർ? എങ്കിൽ ഞാൻ ഇന്ന് വരുന്നില്ല, സാർ വിട്ടോ. എടി അവളെ വിളിക്കാം, പെട്ടെന്ന് പ്രിയ വിളിക്കാം. ഒന്ന് വരും. നീ എന്തിന് ഇങ്ങോട്ട് വന്നത്? വെറുതെ നാണം കെടുത്താനായിട്ട്. അവർക്കൊക്കെ മനസ്സിലായി കാണും ഞാൻ നിന്റെ കോള് കട്ട് ചെയ്ത് ചോദിക്കാൻ വന്നതാണെന്ന്. ഞാൻ നിനക്കിപ്പോ നാണക്കേടായ? പിന്നെ അല്ലേ, എന്തേലും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പ് വെച്ച് അർജുൻ റെഡ്ഡി ഷോയും. ഇപ്പം ഈ വിളിച്ചോണ്ട് വന്നതടക്കം. ഈ അർജുൻ റെഡ്ഡി ഷോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പണ്ട് എനിക്ക് ഐസ്ക്രീം ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ഷുഗർ കട്ടാ. ഈ പറയുന്നത് എന്നെ അങ്ങ് കട്ട് ചെയ്യുമെന്നാണ്? ആലോചിക്കുന്നുണ്ട്. തീരുമാനമാകുമ്പോൾ പറയാം. ഇപ്പൊ ഒന്ന് ശല്യപ്പെടുത്താണ്ട് പോയിത്താ. ഡേയ് വാടാ. ഡേയ് വാ. ഇല്ലടാ. എന്ത് മുഖം വല്ലാണ്ടിരിക്കുന്ന? ഒന്നുമില്ല. എന്തായാലും ഉണ്ടെങ്കിൽ പറ. എടാ നിനക്കറിയാലോ, കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾക്കിടയിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. അറിയാം. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലുതാക്കിയാണ് അവൾ. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ ബ്രേക്കപ്പ് ഒന്നും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബന്ധം അവസാനിപ്പിക്കേണ്ടി വരും. എടാ നീ വിഷമിക്കണ്ട, എല്ലാവരെയും കാര്യം നിനക്ക് തന്നെ. നിങ്ങളെ കാര്യം ശരിയാവും. അതും ഓക്കെ, പക്ഷെ എപ്പോ എങ്ങനെ? നിനക്ക് എൻ്റെ ചേച്ചിയുടെ കാര്യം ഓർമ്മയുണ്ടോ? അന്നത്തെ കല്യാണ ഇഷ്യൂ ആണ്. 8-9 മാസം മുമ്പേ അവൾക്കും ഇതേ പ്രശ്നമായിരുന്നു. നമ്മൾ അവൾക്ക് വേണ്ടി കുറേ പ്രപ്പോസലുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ പറയണത് അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. നമ്മുടെ അച്ഛനാണെങ്കിൽ ലവ് മാരേജിന് എതിരും. അവളെ ചെറുക്കന് ഒരു സീരിയസ്നെസ്സും ഇല്ല. കല്യാണത്തിനെ പറ്റി വല്ലതും ചോദിച്ചാൽ അവ ഒന്നും മിണ്ടത്തില്ല. ഇതിൻ്റെ ഇടയിൽ വീട്ടുകാർ കുറേ പ്രപ്പോസലും കൊണ്ടുവന്നു. അവൾക്കാണെങ്കിൽ അറേഞ്ച്ഡ് മാരേജും പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങൾ എനിക്കും അറിയാം. നമ്മുടെ ഒരു ചേച്ചി അവളെടുത്ത് പറഞ്ഞ് നീ ഒരു ജ്യോതിഷനെ കാണാൻ. ജ്യോതിഷനോ? ഇനി എന്തോ നഷ്ടം വരാമെന്ന് വിചാരിച്ച് അവൾ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ആസ്ട്രോളജറുമായിട്ട് കണക്ട് ചെയ്തു. അതൊരു ആസ്ട്രോ ടാക്ക്. അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞതിന് ശേഷം ആദ്യം തന്നെ ചോദിച്ചത് അവൾക്ക് അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണെന്നാണ്. ആസ്ട്രോളജർ പറഞ്ഞത് നീ അറേഞ്ച്ഡ് മാരേജിനെ പറ്റി ചിന്തിക്കേ വേണ്ട, നിൻ്റെ ലൈഫിൽ ലവ് മാരേജ് ഉണ്ടാവണം. പിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ അവളുടെ ലൈഫിലുണ്ടെന്നും 2 വർഷമായിട്ട് അവർ തമ്മിൽ ഡേറ്റിങ്ങിലാണെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ അവളെല്ലാം സമാധാനത്തിൽ കേട്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ പ്രപ്പോസലായിട്ട് ഇങ്ങോട്ട് വരുമെന്നും പിന്നെ വീട്ടുകാരെ ആദ്യമൊക്കെ വന്ന് എതിർക്കുമെങ്കിലും പിന്നെ എല്ലാവരും സമ്മതിക്കുമെന്നും 2025 വിവാഹം നടക്കുമെന്നും അവർ പറഞ്ഞു. നവംബർ 26 കല്യാണം നടന്നായിരുന്നല്ലോ, ഞാനും ഇല്ലായിരുന്നു. അല്ല, ആസ്ട്രോളജർ പറഞ്ഞ പോലെ തന്നെയാണോ എല്ലാം നടന്നത്? എല്ലാം അവർ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നടന്ന്. നീ ഒരു ആസ്ട്രോളജറിനെ കാണുന്നത് നല്ലതായിരിക്കും. ഞാൻ ചോദിക്കുന്നതിന് മറുപടി തരൂ, എൻ്റെയും പ്രിയയുടെയും കാര്യം? ഉറപ്പല്ലേ? അവളിപ്പോഴും ചെറിയ കാര്യങ്ങൾ വരെ ആസ്ട്രോളജർ ചോദിക്കുന്നുണ്ട്. എങ്കിൽ നമ്പര്? എടാ, ആസ്ട്രോടാക്ക് ആപ്പിൽ തന്നെ ചാറ്റ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിരിക്കും. നമ്മൾ ഈ തിരക്കിലായിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും വന്നു കയറിയാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. നിന്റെ കാര്യവും അതുപോലെ ഉള്ളൂ. നീ അവനെ വിളിച്ചൊരു സോറി പറ. ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു.
നാളെ ഒന്ന് കാണാൻ പറ്റുമോ? അർജുൻ റെഡ്ഡി സാറിന് ഇന്നലത്തെ ചൊരുക്ക് മാറിയില്ല എന്ന് തോന്നുന്നു. ഫോണിൽ കൂടി പറയുന്നത് ശരിയല്ലെന്ന് തോന്നിയോണ്ടാ നേരിട്ട് വിളിപ്പിച്ചേ. എന്താണ് സംസാരത്തിനൊരു വെയിറ്റ്? ഇനി ഞാൻ അർജുൻ റെഡ്ഡി കളിക്കാനില്ല. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഇന്ന് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നാളെ നീ ഇത് എന്നോട് പറയും. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. उससे कहना उससे कहना उससे कहना उससे कहना സോറി പറഞ്ഞായിരുന്നോ? मैं रोज यहाँ तन्हाई में बस उसकी बातें करता हूँ, बैठ किनारे लहरों के बस रातें काली करता हूँ उससे. എനിക്ക് തന്നെ കാണണം. അല്ല, അത് കാണണം. उससे कहना എന്ത് വിളിപ്പിച്ചേ? ഞാനിപ്പോൾ ഷുഗർ കട്ട് നിർത്തി. ആ, അത് നന്നായി. അല്ലെങ്കിലും ഈ പ്രായത്തിൽ ഷുഗർ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് മനസ്സിലായില്ലേ? എന്ത് പറഞ്ഞ് മനസ്സിലാക്കും ഇപ്പോൾ? അല്ല, എന്താ വിളിപ്പിച്ചേ? അത് എനിക്ക് മനസ്സിലായി. നീ തന്ന ഗിഫ്റ്റൊക്കെ തിരിച്ചു വേണമെന്നല്ലേ? കുറച്ചൊക്കെ സാധനം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2-3 സാധനം കൂടെ കിട്ടാണ്ട്. അതും കൂടെ കിട്ടിയിട്ട് ഞാൻ എത്തിക്കാം. ഓക്കെ അല്ലേ? എനിക്കൊന്നും വേണ്ട. പിന്നെ വേണ്ടടാ, അതൊക്കെ അവിടെ ഇരുന്ന പഴയ ഓർമ്മകൾ വീണ്ടും. എനിക്ക് പഴയ അർജുൻ റെഡ്ഡിയെ വേണം. आज भी बंद के बाड़ों से जब उसकी यादें आती है, आंखें नम हो जाए और ये सांसें അയ്യേ, ആരെങ്കിലും കണ്ട ക്രിഞ്ചെന്ന് പറയും. എണീറ്റ് പോ. എടാ, उससे कहना उससे कहना उससे